ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മിച്ചറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വരും വീഡിയോയിലൂടെ കാണാം. അപ്പോൾ മിച്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് കടലമാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതേ സെയിം കപ്പ് തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചിട്ട് ഒരു ഇടിയപ്പത്തിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ച ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മിച്ചറിനുള്ള ബൂന്തി തയ്യാറാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ, മാവ് ലൂസായി വരേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാവട്ടെ. തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഇടിയപ്പം മേക്കറിൽ ഇതുപോലെ കുറേശ്ശെ മാവിട്ട് കൊടുത്തിട്ട് ഒന്ന് പീച്ചെടുക്കാം. കൂടുതൽ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുണ്ട് ഈ മഞ്ഞ കളറായി വരുമ്പോൾ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇനി അപ്പം തന്നെ നമ്മൾ കോരി മാറ്റണം. കാരണം നമ്മളത് പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ കളറ് മാറിപ്പോകും. അപ്പോൾ മിച്ചറിൻ്റെ ഭംഗിയെ മാറിപ്പോകും. കാരണം മിച്ചർ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ, കരിയാൻ പാടില്ല. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബൂന്തിയും ഒരു ഓട്ടയുള്ള ഒരു കരണ്ടി എടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അത് നല്ല ഷേപ്പിൽ കിട്ടും. ബോൾ ഷേപ്പിൽ തന്നെ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ മിച്ചർ ഉണ്ടാക്കിയ അതേ ആ ഒരു ഇത് തന്നെ ആ കളർ തന്നെ വേണം. ഇത് 2 കളർ ആവാൻ പാടില്ല, ബൂന്തിയും ഈ മിച്ചറും. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് നിലക്കടല, ഞാനിവിടെ 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് പൊരികടല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊരികടലയൊക്കെ ഇടുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് മിച്ചറിലിപ്പോൾ കടല മാത്രം ഇടുകയാണെങ്കിൽ അത് മാത്രം ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊരികടലയോ പിന്നെ ഏതൊക്കെ ഐറ്റം വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിവിടെ അവില്, പൊരികടല, നിലക്കടല ഇത്രയേ ഇടുന്നുള്ളൂ. ഇനി അവിലിട്ട് കൊടുക്കുന്നുണ്ട്. അവിലിട്ടതും പെട്ടെന്ന് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം മുരിഞ്ഞു പോകും. അവിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം എന്താ മിച്ചറിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റുമാണ് എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ. ഇനി വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചതച്ചിട്ട് ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ നല്ലൊരു മുരുമുരേന്നായി വരണം. ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മിച്ചറിൽ നമ്മൾ 2-3 ദിവസം എടുത്ത് വയ്ക്കുമ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവും. അല്ല മുരുമുരേന്നായ മിച്ചർ കേട് വരില്ല. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല വട്ടമുള്ളൊരു പാത്രം എടുക്കുക നമ്മൾ. എന്നിട്ട് ഇതിലേക്ക് ആ പീച്ച് വെച്ചിട്ടുള്ള മിച്ചറൊക്കെ ഇട്ട് കൊടുക്കുക. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അത് നമ്മളിങ്ങനെ എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ നിലക്കടലയും പൊരികടലയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് കറിവേപ്പില, അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിടുക.
കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? കാരണം നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം മിക്സർ, നിലക്കടല, പൊരികടല, കറിവേപ്പിലയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മിക്സർ കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ബൂന്തി ചേർക്കാം. ഇത് വറുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ബൂന്തിയും ഈ മിക്സറും ഒരേ കളറിൽ തന്നെ വറുത്തെടുക്കണം. രണ്ട് കളർ ആവാൻ പാടില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും കുറേശ്ശെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ എല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളകി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇവിടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത്തിരി പഴക്കമുള്ള മിക്സറൊക്കെ ആയിരിക്കും അല്ലേ, നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി ഒരാഴ്ചയൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. കാരണം കുട്ടികൾക്ക്, നമുക്ക് വലിയവർക്കൊക്കെ നമുക്ക് ചായക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.